Hi and welcome to Filmy Talk. All I need to say is the word traffic. This filmmaker needs no further introduction. It is a pleasure to have with us today the renowned filmmaker Sri Rajesh Pillai. മിലിയിൽ നിന്ന് തന്നെ തുടങ്ങാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു ഹീറോയിൻ സെൻട്രിക് സിനിമയാണോ? അതെ, തീർച്ചയായും. എന്താണ് അതിൻ്റെ പ്രമേയം? ശരിക്കും മിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു നമ്മളിവിടെ കേട്ടുള്ള പോലെ തോന്നും. പക്ഷേ നമ്മളെല്ലാവരും ഒരു മിലിയുണ്ട്. കാരണം അത് എന്നിലാണെങ്കിലും താങ്കളാണെങ്കിലും എല്ലാം ലൈഫിൽ ശരിക്കും ഒരു പ്രാവശ്യം പരാജയപ്പെട്ടവർക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് മിലിയുടെ കഥ ശരിക്കും പറഞ്ഞാൽ. കാരണം എന്നും ആൾക്കാർ വിജയങ്ങൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ വിജയുടെ ഒപ്പമാണ്. പക്ഷേ ഒരിക്കൽ പരാജയപ്പെടുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വേദന എന്താണെന്ന്. കാരണം വിജയങ്ങൾ കൊടുത്തിട്ടുള്ള ആൾക്കാർ അല്ലെ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് വന്നവരുടെ കഥ എടുത്താലും നേരെ മറിച്ചാണെങ്കിലും നമുക്കറിയാം പരാജയപ്പെടുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ആ ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പടം പറയുന്നത്. മാത്രമല്ല ശരിക്കും പരാജയങ്ങളെ ധൈര്യത്തോടെ നേരിടാൻ നമുക്ക് ധൈര്യം നൽകുന്നൊരു മൂവിയായിരിക്കും മിലി. കാരണം പരാജയങ്ങൾക്കപ്പുറം വിജയമുണ്ട്. ശരിക്കും നമ്മൾ ഹിന്ദിയിലൊക്കെ പരിശോധിച്ചിട്ടുണ്ട്, ഡർക്കെ ആകെ ജീത്ത് എന്ന്. അത് തന്നെയാണ്. കാരണം പരാജയങ്ങളിൽ ഒരിക്കലും സങ്കടപ്പെടേണ്ട. പരാജയങ്ങളെ എന്താണ് പറയുന്നത്, വിജയത്തിൻ്റെ ഒരു മറുവശം, ഒരു നാണയത്തിന് രണ്ട് വശമുള്ള പോലെ തന്നെ പരാജയം ഉണ്ടെങ്കിൽ വിജയം ഉണ്ടാവും. അതിലേക്കുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നത് ഈ പരാജയങ്ങളിൽ നിന്നാവാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ഈ പടത്തിലൂടെ പറയാം. ഇത് സ്വന്തം ലൈഫ് എക്സ്പീരിയൻസിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണോ? തീർച്ചയായും. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥയിൽ എന്തുകൊണ്ട് നമുക്കൊരു കഥ ഇഷ്ടപ്പെടുന്നു ആദ്യമായി പറഞ്ഞാൽ ശരിക്കും നമ്മളുടെ ലൈഫിൽ വന്ന് പോയിട്ടുള്ള അല്ലെങ്കിൽ വന്ന് കടന്നു പോയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ സിനിമ അല്ലെങ്കിൽ കഥകൾ റിലേറ്റ് ചെയ്യും. തീർച്ചയായും മഹേഷിനോട് ഈ കഥ നരേറ്റ് ചെയ്തപ്പോൾ നമ്മൾ മഹേഷ് ഇത് മറ്റൊരു സമയത്തിന് വേണ്ടിയിട്ടാണ് മഹേഷ് ആദ്യം ഈ കഥ എന്നോട് പറയുന്നത്, ഒന്ന് കേട്ട് നോക്കാൻ വേണ്ടിയിട്ട്. കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു മഹേഷ് ഇത് മറ്റൊരു മുഖം ഞാൻ തയ്യാറല്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ ലൈഫിൽ ഞാൻ കടന്നു പോയിട്ടുള്ളൊരു 10-15 അവസ്ഥകളുണ്ട് ഇതിനകത്ത്. മഹേഷ് ഇത് എൻ്റെ കഥ തന്നെയല്ലേ, നിങ്ങളിതൊരു പെൺകുട്ടിയാക്കിയെന്നേ ഉള്ളൂ മഹേഷ് പ്ലീസ്. കാരണം ഈ കഥ എനിക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയും, കാരണം ഇത് എൻ്റെ സ്വന്തം കഥയാണ് എന്ന രീതിയിൽ പറഞ്ഞ് പിന്നെ ഒരുപാട് കിടന്നിട്ടാണ് ശരിക്കും ആ മില്ലി എനിക്ക് ചെയ്യാൻ കിട്ടിയത്. തീർച്ചയായിട്ടും ട്രാഫിക്കിന് ശേഷം ഇത്രയും ടൈം എടുത്തെങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്നൊരു പടമാണ് മില്ലി. അതിൽ അസറ്റ് ഷൂട്ടിങ് ചെയ്ത ഒരു പകുതിയോളം പൂർത്തിയായി, അത് പകുതിക്കുള്ളും. പക്ഷേ അത് വെച്ചാൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ വിചാരിച്ച പോലെ വരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി അതിൻ്റെ ജഡ്ജ്മെൻറ്റ് തീരുമാനിക്കേണ്ട പ്രേക്ഷകരാണ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കാമെന്ന ആദ്യത്തെ ചിത്രം അതൊരു ഹിറ്റല്ലായിരുന്നു, ഡിസാസ്റ്ററായിരുന്നു. അതിനുശേഷം വന്ന ട്രാഫിക് ഒരു മെഗാ ഹിറ്റുമായിരുന്നു. അപ്പോൾ അത് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാണ് അത് തരണം ചെയ്തത്? ശരിക്കും നമ്മൾ ഈ മിലി എങ്ങനെയാണോ ഈ സിനിമയിൽ ഈ കാര്യങ്ങളൊക്കെ തരണം ചെയ്യുന്നത് അതുപോലെ തന്നെ അത് പറഞ്ഞ് ഞാൻ മിലിയുടെ സസ്പെൻസ് കളയുന്നില്ല. എങ്കിൽ പോലും ശരിക്കും ഒരു ടഫ് പീരീഡ് തന്നെയായിരുന്നു. കാരണം ഞാനിത് പറയാൻ ഇതൊക്കെ എൻ്റെ എന്താ പറയുന്നത് ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ളെന്ന് പറയുന്ന പോലെ ഹൃദയത്തിൽ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. കാരണം പരാജയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അത് ഭീകരമാണ്. കാരണം അതും വലിയൊരു പരാജയമാണെങ്കിൽ നമ്മൾ എത്ര വലിയ പരാജയമാണോ നേരിടുന്നത് അത്രത്തോളം ഭീകരമാണ് ജീവിതത്തിൽ പിന്നെ നമ്മൾ നേരിടേണ്ടി വരുന്ന അവസ്ഥകൾ. കാരണം കഥ കേൾക്കാൻ പോലും കൂട്ടാക്കാത്ത നടന്മാർ, നമ്മളെ കാണുമ്പോൾ നമ്മളൊരു അദൃശ്യനാണെന്നുള്ള രീതിയിൽ പെരുമാറുന്ന നമ്മുടെ ചിരപരിചിതരായ ആൾക്കാർ വീട്ടിൽ വന്ന് എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് സിനിമാക്കാരുടെ കയ്യിൽ മാത്രമാണെങ്കിൽ ഞാനത് അനുഭവിക്കാൻ തയ്യാറായിരുന്നു. കാരണം എനിക്ക് സിനിമയിൽ അത്ര വിശ്വാസമുണ്ട്. പക്ഷേ ഒരു പടം പരാജയപ്പെട്ടപ്പോൾ കുടുംബക്കാരാവട്ടെ സുഹൃത്തുക്കളാവട്ടെ പാടെ അവഗണിക്കാൻ തുടങ്ങി. വീട്ടിൽ കല്യാണം വിളിക്കാൻ വരുന്നവർ കാരണം അച്ഛനെ മാത്രം വിളിക്കുകയും എന്നെയും വൈഫും അവിടെ നിൽക്കുമ്പോൾ അച്ഛനെ മാത്രം വിളിച്ചിട്ട് പോകുന്നൊക്കെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ വളരെ അതും ഏറ്റവും അടുത്ത ബന്ധുക്കൾ അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ഭയങ്കര വേദന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതേ ആൾക്കാർ എന്നെ ട്രാഫിക് ഹിറ്റായ ശേഷം അവരുടെ ഒരു ക്ലബിൻ്റെ ഒരു ഇന്നോഗ്രേഷന് വിളിക്കുകയുണ്ടായി. അപ്പോൾ അത് ലൈഫിൻ്റെ ഒരു 360 ഡിഗ്രി കാണാൻ കഴിഞ്ഞു. അതിൽ സന്തോഷമൊന്നുമില്ല, പക്ഷേ ലൈഫ് ഇത്രയാണ്. കാരണം ഇനി ഒരു പരാജയത്തിനും ഒരു വിജയത്തിനും നമ്മളെ സന്തോഷിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ കഴിയുകയില്ല. അതാണ് ഈ 2 പടങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. ഈ ഇതിൻ്റെ ഇടയിലുള്ള ഇടവേളയിൽ ലൈഫിൽ ഇത്രയും മോശപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം അതെനിക്ക് മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനം നൽകി, ഒരു ഊർജ്ജം നൽകി.
അതിനെ പോസിറ്റീവായി കാണുക. ട്രാഫിക് എന്ന സിനിമ മലയാളത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടുള്ള സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ പ്രമേയവും ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്രിഹെൻഷൻസ് എന്തായിരുന്നു? ഇത് പ്രേക്ഷകരെ സ്വീകരിക്കുമോ? ഇതെങ്ങനെ നോക്കി കാണും? എനിക്കൊന്ന് തന്നെ ഏറ്റവും വലിയ ആ പടം വിജയിച്ചതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ആ പടം ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി എടുത്തതല്ലേ, സത്യം എന്തൊരു പറഞ്ഞാൽ. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, എനിക്ക് മാത്രമല്ല തിരക്കഥകൃത്തുക്കളായ ബോബി സഞ്ജയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ നമ്മൾ ചെയ്യുന്നതെന്നുള്ള തീരുമാനത്തിൽ നിന്നാണ് ആ സിനിമ പുറകെ കൊള്ളുന്നത്. നമുക്ക് വളരെ പ്രിയപ്പെട്ട സിനിമ നമ്മൾ ചെയ്യുവാണെങ്കിൽ, അതിനെ 100% ആത്മാർത്ഥത്തോടെ ചെയ്യുവാണെങ്കിൽ പ്രേക്ഷകർ ഏറ്റെടുക്കും. അല്ലെ, ഈ ആൽക്കമിസ്റ്റൊരു ഇതുണ്ട്, ഞങ്ങൾ ശരിക്കും ട്രാഫിക്കിൻ്റെ ആധാരം ആൽക്കമിസ്റ്റാണ്. അതായത് ഒരു പ്രവൃത്തി 100% സിൻസിയറായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ, ഒരു ലക്ഷ്യത്തിന് വേണ്ടി 100% സിൻസിയറായി നമ്മൾ ടോട്ടലി ഡെഡിക്കേറ്റഡ് ചെയ്യുവാണെങ്കിൽ പ്രകൃതി നമ്മളോടൊപ്പം നിൽക്കും. അതിൻ്റെ ഒരു റിസൾട്ടായിരുന്നു ട്രാഫിക്. കാരണം ഈ പടം ഒരു 100 ദിവസം ഓടുന്ന പടമാണെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഈ പടം ഒരു നഷ്ടം ഉണ്ടായിരുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു തീർച്ചയായും. അതിനുള്ള ചില സിനിമാറ്റിക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞത് പൂർണ്ണമായി കള്ളത്തരായി പോകും. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 100% ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പറയുന്നത് തീർച്ചയായും അത് തലയുർത്തി തന്നെ പറയാൻ കഴിയും. അതിന് ഓൾമേറ്റി കൂടെ നിന്ന് മിലിയും അതേ ഒരു ഇതിലാണോ? തീർച്ചയായിട്ടും. കാരണം ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും മുമ്പോട്ട് എൻ്റെ ഹിസ്റ്ററിയിൽ അതുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഞാൻ പാഠങ്ങൾ ഉൾക്കൊണ്ടു. അപ്പോൾ ഇനിയും ഞാൻ ചെയ്യുന്ന ഓരോ പടവും അത് ചിലപ്പോൾ ട്രാഫിക് പോലെ ഹിറ്റാവണമെന്നില്ല, ചിലപ്പോൾ ട്രാഫിക്കിനേക്കാൾ വലിയ ഹിറ്റാവും, അല്ലെങ്കിൽ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പോലൊരു പരാജയമാവാം. പക്ഷേ എനിക്ക് ഒരു ഉറപ്പുണ്ട്, ഇപ്പോൾ അങ്ങനെ വലിയൊരു പരാജയമാവില്ല എന്നുള്ളത്. ആ ഒരു പോസിറ്റീവ് ചിന്താഗതി തന്നെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. മാത്രമല്ല ഇനി ഞാൻ ചെയ്യുന്ന ഓരോ പടവും ഉറപ്പായിട്ടും എനിക്കൊരു ഉറപ്പ് പറയാൻ കഴിയും, എനിക്കിഷ്ടപ്പെട്ട പടമേ ഞാൻ ചെയ്യുകയുള്ളൂ.